ജിസൈലിനെ വീടിനുള്ളിൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ദിവസം പ്രതി കൂടി വരികയാണ്. വളരെ വലിയൊരു സപ്പോർട്ട് സിസ്റ്റം തന്നെ ജിസൈൽ അതിനകത്ത് ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് കാരണം അനുമോളാണ്. ആവശ്യമില്ലാത്ത കുറെ പ്രശ്നങ്ങളിൽ അവരെ വലിച്ചിട്ട് വളരെ സിമ്പത്തറ്റിക്കലി ജിസൈലിനത് അവിടെ ടാക്ടിക്കലി പ്ലേ ചെയ്ത് എല്ലാരെയും ഫൂൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ തന്നെ ആവാം. പക്ഷെ ജിസൈൽ അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെയാണ്. ആൻഡ് ഷീസ് പെർഫോമിംഗ് റിയലി വെൽ. നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ജിസൈല്. ബാക്കിയുള്ള പ്ലെയേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ചില പ്ലെയേഴ്സ് ഇപ്പൊ കലാഭവൻ സരിഗ ആവട്ടെ, അതുപോലെ ശൈത്യ ആവട്ടെ, ഇവരൊക്കെ കുറച്ചൊരു എന്താ പറയാ സൈഡിലൂടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ, ആ സൈഡിലൂടെ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ആൻഡ് ബിഗ് ബോസ് കഴിഞ്ഞ ദിവസത്തെ പണിപ്പൊരു ടാസ്കിൽ പോലും ഈ അധികം ലൈം ലൈറ്റിലേക്ക് വരാത്ത പ്ലെയേഴ്സിനെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് ഗെയിം ഒക്കെ കളിച്ചത്. അപ്പോഴാണ് അവർ കുറച്ചൊന്ന് ആക്റ്റീവായി കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റിയത്. ഒപ്പം തന്നെ നമ്മൾ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്ത ഒരു പ്ലെയർ ആണ് രേണുസുതി. പക്ഷെ രേണുസുതിക്ക് ബിഗ് ബോസിനകത്ത് ഗെയിം ഒന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ആൻഡ് ചില സമയത്ത് രേണുസുതിയുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ വെച്ചാൽ ആൾക്കാരുമായിട്ട് ആവശ്യമില്ലാതെ വലിയ പ്രശ്നത്തിനൊന്നും പോവാത്ത, എന്നാൽ സ്വന്തമായിട്ട് ഗെയിം പ്ലാനുകൾ ഒന്നും ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. അത് നന്മയും അതുപോലെ തന്നെ അപകടവുമാണ്. നല്ലൊരു ഗെയിം പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി ഇല്ലാതെ രേണുസുതി പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ ബിഗ് ബോസ് ഹൗസിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. ആദില നൂറയുടെ അവസ്ഥ ഇത് തന്നെയാണ്. അവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഗെയിം സ്ട്രാറ്റജി ഇല്ല, ഒരു പ്ലാൻ ഇല്ലാത്ത രീതിയിലാണ് ആദില നൂറ പൊക്കോണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് ശരിക്കും അവരുടെ വോട്ട്സിനെയും നല്ല രീതിയിൽ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത്.